നിപ്പ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ കേന്ദ്ര സംഘം ഇന്ന് മലപ്പുറത്തെത്തും. ICMR-ലെ 4 ശാസ്ത്രജ്ഞരും 2 ടെക്നിക്കൽ വിദഗ്ധരുമാണ് സംഘത്തിലുള്ളത്. 14-കാരന് നിപ്പ സ്ഥിരീകരിച്ചതിന്റെ ഉറവിടം കണ്ടെത്തുന്നതിനുള്ള നടപടികൾ തുടരും. വിവരങ്ങൾ നൽകാൻ സാജിദ് അജ്മൽ ചേരുന്നുണ്ട്. സാജിദ്, എപ്പോഴാണ് കേന്ദ്ര സംഘം എത്തുക? അവരുടെ തുടർ നടപടികൾ ഏത് വിധത്തിലായിരിക്കും? രേഷ്മ, 14 വയസ്സുള്ള കുട്ടി നിപ്പ ബാധിച്ച് മരിച്ച പശ്ചാത്തലത്തിൽ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കേണ്ടതുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ ആരോഗ്യവകുപ്പിനെ സഹായിക്കാൻ ICMR-ലെ ശാസ്ത്രജ്ഞരും ടെക്നിക്കൽ ഉദ്യോഗസ്ഥരും എത്തിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നിപ്പയുടെ ഉറവിടം കണ്ടെത്തുക എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം തന്നെ ആരോഗ്യവകുപ്പിന്റെ പരിശോധനയിൽ ഈ കുട്ടി വീടിന് സമീപത്ത് നിന്ന് അമ്പഴങ്ങ പറിച്ച് കഴിച്ചതായ ഉള്ള ഒരു വിവരം ലഭിക്കുന്നുണ്ട്. അത് ഈ വവ്വാൽ ഭക്ഷിച്ചതിന്റെ ബാക്കിയാണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരം പരിശോധനകളായിരിക്കും ഉണ്ടാവുക. അത് വളരെ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ആ ഒരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയില്ല. ഈ കേരളത്തിന്റെ ഇതുവരെ അന്താരാഷ്ട്ര തലത്തിൽ ഈ പഴങ്ങളിൽ നിപ്പയുടെ അംശം ഉണ്ടോ എന്ന് കണ്ടെത്തുന്നതിനുള്ള ഒരു ശാസ്ത്രീയ സംവിധാനമില്ല. കേരളം അത്തരം ഗവേഷണങ്ങൾ കൂടി ആരംഭിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മെഡിക്കൽ ലാബ് ഇന്ന് കോഴിക്കോട് എത്തിക്കും. ഇതോടുകൂടി ഈ പരിശോധനകൾ വളരെ വേഗത്തിലാക്കാൻ കഴിയും. കാരണം പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നിപ്പയാണോ എന്ന് ആധികാരികമായി സ്ഥിരീകരിക്കേണ്ടത്. അത് പൂനെയിലേക്ക് അയച്ച് ഫലം വരാനുള്ള കാലതാമസം ഇവിടെ തന്നെ മൊബൈൽ ലാബ് എത്തുന്നതോടുകൂടി പരിഹരിക്കപ്പെടും എന്നുള്ളത് വളരെ ആശാവഹമാണ്. ഏറ്റവും ആശ്വാസകരമായ കാര്യം, ഇന്നലെ പരിശോധനാ ഫലം വന്ന 7 പേർക്കും നെഗറ്റീവാണ്. ഇതിൽ 6 പേരും കുട്ടിയുമായി നേരിട്ട് സമ്പർക്കം ഉള്ള ആളുകളാണ്. കുട്ടിയുടെ മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ പരിശോധനാ ഫലം ഇന്നോ നാളെയോ ആയി വരും. അവർക്ക് യാതൊരുവിധ രോഗലക്ഷണങ്ങളും നിലവിലില്ല. വിശദമായൊരു റൂട്ട് മാപ്പ് കൂടി ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടിട്ടുണ്ട്. ഇതിൽ കുട്ടി സഞ്ചരിച്ച ഓരോ ഭാഗവും, ആശുപത്രിയിൽ പോയ ഓരോ പ്രദേശത്തും എത്ര സമയം, ഓരോ ഡിപ്പാർട്ട്മെന്റിലും എത്ര സമയം ചെലവഴിച്ചതു എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഈ ഭൂരിഭാഗം ആളുകളെയും നിലവിൽ തന്നെ ക്വാറന്റൈനിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ആരെങ്കിലും ഈ സമയങ്ങളിൽ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവരെ കൂടി ക്വാറന്റൈൻ പ്രവേശിക്കണമെന്നൊരു നിർദ്ദേശം കൂടി ആരോഗ്യവകുപ്പ് നൽകുന്നുണ്ട്. ഈ ആശുപത്രികളെ CCTV ദൃശ്യങ്ങൾ കൂടി പരിശോധിച്ചാണ് ആളുകളെ ക്വാറന്റൈനിലേക്ക് പറഞ്ഞയക്കുന്നത്. ശരി.